അപ്പം എല്ലാവർക്കും നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്രാ വ്ളോഗൊന്നുമല്ല, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു എപ്പിസോഡും കൂടിയാണ്. അപ്പം ഇന്നത്തെ പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളെ മുടി ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞുതരാം. ഇപ്പം ആരെങ്കിലും ഡൊണേറ്റ് ഒക്കെ ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് ചിലപ്പം ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പം മുടിയാ പോവാ ഓക്കെ. അപ്പോൾ നമ്മളിതാ ബാർബർ ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫറൂഖിന് കേട്ടോ വന്നത്. അപ്പം അവിടെ ഇപ്പം 2 ആൾക്കാരെ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരെ നവാസ്ക്കാണ് മൂപ്പരെ ബാർബർ ഷോപ്പിലേക്ക് വരാൻ വെച്ചത്. അപ്പം അവിടെ പ്രശ്നം അതിനെക്കൊണ്ട് ഇല്ലേ 2 ആൾക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും മൂപ്പരെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെന്തായാലും നന്നായി, കാരണം ആൾക്കാരൊക്കെ കുറയും. അപ്പോൾ ഇന്ന് നമ്മളെ മുടി പോവാണ്. നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോവാണ് ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട്. അതാ കണ്ടില്ലേ, ആഹാ 3 വർഷം അല്ലേ, 3 വർഷം കഴിഞ്ഞില്ലേ? 3.5 വർഷം വളർത്തിയ മുടിയാണ്. അപ്പം ഇന്ന് ഡൊണേറ്റ് ചെയ്യാൻ പോണത് മുടി. അപ്പം ഫറൂഖ, അപ്പം മൂപ്പരാണ് ഈ കേരള ഹെയർ ഡൊണേഷൻ്റെ എന്താ പറയുക കോർഡിനേറ്റർ. മൂപ്പരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കുക. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇനിയിപ്പം ആർക്കെങ്കിലും ഈ ഹെയർ ഡൊണേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വിശ്വാസം വേണ്ടത് കറക്റ്റ് ആ കൈകളിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു തരും. അപ്പം ഫറൂഖ ഒന്ന് പറയാ, ഇതിപ്പം മുടി എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് നമ്മളിങ്ങനെ അയക്കങ്ങൾ കളക്ട് ചെയ്യുന്ന ഹെയർ ഒരുമിച്ച്, അതായത് ഇപ്പം 1 കിലോ അല്ലെങ്കിൽ 10 കിലോ അല്ലെങ്കിൽ 100 പേരുടെ 150 പേരുടെ ഒരുമിച്ച് നമ്മൾ ചെന്നൈയിലുള്ള നമ്മളെ ബിഗ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. അവർ നമ്മൾ അയക്കുന്ന മുടി കൊണ്ട് തന്നെ അവർ വിഗ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരും. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ വിഗിന് മാർക്കറ്റ് വിലയിൽ ഏകദേശം 8000 രൂപ മുതൽ 45,000 രൂപ വരെ വരുന്നു ഒരു വിഗിന്. ഇത് നമ്മൾ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ ബേസ് ചെയ്തോട് കൊടുക്കുകയാണ്. നമ്മൾ കൊച്ചിൻ ക്യാൻസർ സെൻ്റർ ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊച്ചിൻ ക്യാൻസർ സെൻ്ററിലെ അഡ്രസ്സിലേക്ക് ഹെയർ അയച്ചു കൊടുക്കാവുന്നതാണ്. അവിടെ നമുക്ക് ഹെയർ ബാങ്ക് ഉണ്ട്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താലും മതി. നമ്മൾ തന്നെയാണ് പോയി കളക്ട് ചെയ്യാറുള്ളത്. പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പാവപ്പെട്ട രോഗികൾ വിഗിന് റിക്വസ്റ്റ് വന്നാൽ നമ്മൾ എത്തിച്ച് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ തന്നെയാണ് നേരിട്ട് എത്തിച്ച് കൊടുക്കാറുള്ളത്. പിന്നെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടുന്ന് വിഗ് ചെന്നൈയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ആരാണോ റിക്വസ്റ്റ് വന്നത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക ചെയ്യും. അപ്പോൾ ആവശ്യക്കാർക്ക് ആദ്യം റിക്വസ്റ്റ് വന്നവർക്ക് നമ്മൾ ആദ്യം കൊടുക്കും. പിന്നെ ഹോസ്പിറ്റൽ ബേസിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു 5 റിക്വസ്റ്റാണ് നമുക്ക് ഹോസ്പിറ്റലിൽ വന്നതെങ്കിൽ 5 റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം 6ാമത്തെ റിക്വസ്റ്റ് നമ്മൾ പുറമുള്ളതായിരിക്കും കൊടുക്കുക. അങ്ങനെ ഏകദേശം നമ്മൾ വിഗ് റിക്വസ്റ്റ് വന്നാൽ ഏകദേശം 3 ആഴ്ച നമ്മൾ സമയം പറയാറുണ്ട്. ആ 3 ആഴ്ചയിനുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും വിഗ് എത്തിച്ച് കൊടുക്കാറുണ്ട്. 3 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസം നമ്മൾ വിഗ് ഇങ്ങനെയും കൊടുക്കാറുണ്ട്, അവിടെ എത്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുടി മുറിക്കാനുള്ള പരിപാടിയിലേക്ക് നടക്കല്ലേ? ആഹാ കണ്ടില്ലേ, പൊന്നുപോലെ കൊണ്ടുവരുന്ന മുടിയാണ്. ഇത് ആദ്യം ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് റബ്ബറിട്ട് വെക്കും, എന്നിട്ടല്ലേ ഇത് മുറിക്കാം. ഇത് 2-3 പാർട്ടാക്കിയിട്ട് എടുക്കുന്ന നല്ലതാണ്, എന്നാലേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പം മുടി ഇതാ എടുക്കാൻ പോവാണ്. മുടിയാ ഒരു മിനിറ്റ്. അങ്ങനെ 3 വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അതെ, ഇതുണ്ടല്ലോ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെച്ച മുടി ട്രിമ്മർ ബൂജിട്ടിട്ട് എടുക്കുകയാണ്. എടുത്താൽ മതി. ഫസ്റ്റ് തന്നെ മുട്ടടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യമുണ്ട്. വെള്ളം അപ്പോൾ ഹെയറിന് ചെറിയ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ്. എങ്ങനെ ഫസ്റ്റ് വെള്ളം ആക്കിയിട്ടാണ് വടിക്കാൻ പറ്റുള്ളൂ ബ്ലേഡ് വെക്കണമെങ്കിൽ. അപ്പോൾ ഹെയർ എടുക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഫസ്റ്റ് തന്നെ ട്രിമ്മർ ഇട്ടിട്ട് ഇതേപോലെ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം
എന്താ ഒരു ഭാഗം പോയി, ലുക്കേ മാറാൻ പോവാണ്, അടിമുടി മാറാൻ പോവാണ്. ഇത് വന്നീരാ. ആഹാ, മുടി എടുക്കുന്ന വിഷമമുണ്ടെങ്കിലേ ഇവിടെ വെച്ച് നിർത്താൻ മതി. ഒരു പുതിയൊരു ട്രെൻഡ് ആവൂലേ? വേറെ. അപ്പം അവസാന ഭാഗം കൂടി ഇതാ എടുക്കാൻ പോവാണ്. കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എന്നെ എന്ത് വിളിക്കൂടാ മുടിയാ? മുടി പോയി, അവസാനത്തതാണിത്. അപ്പൊ മുടി പോയി. ആഹാ, അതെ, അത് എണീച്ചിക്ക് നോക്കട്ടെ. അങ്ങനെ റബ്ബർ ഇടണോ? വാ വാ വാ. അപ്പതാ 3 വർഷത്തിന് മുകളിൽ നോക്കി താലോലിച്ച് വളർത്തിയ മുടിയാണിതാ. ഇപ്പം എന്തായാലും ഓൻ ഡൊണേറ്റ് ചെയ്ത്, എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഓനോടനെ ചോദിക്കുക എന്താ പറയാനുള്ളതെന്ന്. കാരണം ഏതൊരാളും ഇപ്പം മുടി വളർത്തി, താടി വളർത്തി കഴിഞ്ഞാൽ കഞ്ചാവ് എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മളെല്ലാവരും കേൾക്കൽ. അപ്പം എന്താ പറയുക, ഒരു ലുക്ക് കൊണ്ടൊന്നും ആരും അളക്കാൻ പറ്റൂരാന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം പൊതുവെ എൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെയും ആൾക്കാരൊക്കെ പറയുമ്പോൾ ആൾക്കാര് പറയല്ലോ, അതെ, എല്ലാ സിനിമയിലും കാണാറില്ല കഞ്ചാവ് പിടിച്ചെടുക്കണ താടി ഉണ്ടാവും. അതെ, അങ്ങനെ ഒരു പൊതുബോധമുള്ളതിനോട് ആൾക്കാർ ഒരു ധാരണ ഉണ്ട് കഞ്ചാവാന്നൊക്കെ. പിന്നെ നമ്മൾ അറിയുന്നവർക്ക് അറിയാലോ. അതെ, അത്രേ ഉള്ളൂ. പിന്നല്ല, എന്തായാലും ബിഗ് സല്യൂട്ട് തന്നെ പറയാം. അപ്പോൾ അടിപൊളി മുടിയാ. അപ്പോൾ ഓന് ഇതിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ വളർത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 കൊല്ലത്തോളം, 3 കഴിഞ്ഞ് 3.25 കൊല്ലം അല്ലേ. അപ്പോൾ അന്ന് തുടങ്ങിയപ്പോഴേ ഇത് കൊടുക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഓന് വളർത്തിയത്. അപ്പോൾ എന്തായാലും അത് ഇപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും അടിപൊളി. അപ്പം ഇത് മാത്രമല്ല, ഇത് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഫാറൂഖ് പറഞ്ഞുതരും. കാരണം എത്ര സെൻറ്റിമീറ്റർ വേണം ഒക്കെ നമുക്ക് അറിയാണ്ട് അത് വിശദമായിട്ട് മൂപ്പര് പറഞ്ഞുതരും. അപ്പം ഫാറൂഖ്, ഇതിന് വേണ്ടിയിട്ട് ഇപ്പം എന്തൊക്കെ നമ്മൾ കാണണം? ഈ മുടി ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒത്തിരി പേരുണ്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്. ആൾക്കും അറിയില്ല ആർക്കാണ് കൊടുക്കുക, എവിടെയാണ് കൊടുക്കുക, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിതിന് വേണ്ട മിനിമം ലെങ്ത് കൊണ്ട് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് എന്നുള്ളത് 30 സെൻറ്റിമീറ്ററാണ്. ആ 30 സെൻറ്റിമീറ്റർ മുകളിലുള്ള എത്ര ലെങ്ത് വേണമെങ്കിലും ദാനം ചെയ്യാവുന്നതാണ്. 30 സെൻറ്റിമീറ്റർ മുകളിൽ അത്രയെങ്കിലും മിനിമം ലെങ്ത് വേണം, എന്നാലേ നമുക്കൊരു വിഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു വിഗ് ഉണ്ടാക്കാൻ മിനിമം 6 പേരുടെ മുടിയെങ്കിലും 6 പേരുടെ മുടി വേണം. 6 പേരുടെ മുടി ഈ 30 സെൻറ്റിമീറ്ററിൻ്റെ 30 സെൻറ്റിമീറ്റർ മിനിമം 30 സെൻറ്റിമീറ്റർ ഉള്ള 6 പേരുടെയെങ്കിലും മുടി ഉണ്ടെങ്കിൽ നമുക്കൊരു വിഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ മേലോട്ട് എത്ര ലെങ്ത് വേണമെങ്കിലും തരാം. ഇപ്പോൾ ഇനി അത് ഫുൾ ഷേവ് ചെയ്ത് ഒത്തിരി പേര് ഇപ്പോൾ ഫുൾ ഷേവ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ ഒത്തിരി പേര് ഫുൾ ഷേവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം അവരോടുള്ള ഇപ്പോൾ സാധാരണ മുടി തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഫുൾ ഷേവ് ചെയ്ത് പെൺകുട്ടികൾ തരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്താ പറയുക, മനസ്സിൽ കരുണയും നന്മയുള്ള ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ. അവരോടുള്ള ബഹുമാനത്വം നമ്മൾ എന്ത് ചെയ്യും, കേരളത്തിൽ എവിടെയാണെങ്കിലും ആ ഫുൾ ഹെയർ തരുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ നേരിട്ട് തന്നെ പോയി എടുക്കാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ നമ്മൾ സാറ് അഭിപുത്തോവരനാണ് ഇതിൻ്റെ സ്ഥാപകന്, ഹെയർ ബാങ്കിൻ്റെ സാറോ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തൊക്കെ ആണെങ്കിൽ ഞാനോ, നമ്മളെ എല്ലാ ജില്ലയിലും വളണ്ടിയേഴ്സ്, കേരള ഹെയർ ഡൊണേഷൻ്റെ വളണ്ടിയേഴ്സ് ഓരോ ജില്ലയിലുണ്ട്. അങ്ങനെ അവരാരെങ്കിലും ഒരാൾ അവിടെ എത്തിപ്പെടാറുണ്ട്.
അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു മുടി ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം എനിക്കിത് കറക്റ്റ് അറിയാട്ടോ. ഞാൻ ഏകദേശം നമ്മൾ കഴിഞ്ഞ കൊല്ലാന്നോല്ലേ, കഴിഞ്ഞ കൊല്ലം മെയിലാണ് ഞാൻ ഡൊണേറ്റ് ചെയ്തത്. എനിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം കറക്റ്റ് ഏകദേശം 30 സെൻറ്റിമീറ്റർ, വലിയ മുടിയൊന്നും ഇല്ലായിരുന്നു, 30 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ ആ ഒരു സമയത്താണ് ഞാൻ കൊടുത്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയത്തില്ലേ, നമ്മൾ രണ്ടാളും കൂടി ചേർന്നാണ് ആ സമയത്ത് കൊടുത്തത്. അത് പുള്ളിക്കാരനാണ് അതിന് കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുടി കാണിക്ക്. ആഹാ 3 കൊല്ലത്തെ സമ്പാദ്യം. അടിപൊളിട്ടോ. ഞാൻ പിടിച്ചു നോക്കട്ടെ. വേണ്ട തരുന്നില്ല, ഓന് വിട്ടു തരാൻ മടി. തിരിച്ചൊട്ടിക്കേണ്ടി വരുമോ? അതാ വാവ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇവരെ കേരള ഹെയർ ബാങ്കിൻ്റെ ഇവരെ സർട്ടിഫിക്കറ്റാണിത്. അവൻ്റെ പേരിൽ കൊടുത്തത്, അവർ കൊടുത്തിക്കണെന്നുള്ളൊരു സാക്ഷ്യപത്രം അല്ലേ. അപ്പം ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളെ മുടിയൻ്റെ മുടി വിഷു. അപ്പൊ നമ്മളെ നവാസ്കന്റെ വീട്ടിലത്തെ ഇഗ്വാനാണിത്. ഇതെന്താ കാട്ടുവോ? ഒന്നും ചെയ്യില്ല. എന്താ പോരാ. അടിപൊളി. ഒന്ന് പിടിച്ചോക്ക്. ഞാനിങ്ങനെ ആദ്യമായിട്ട് കേട്ടോ നേരിട്ട് കണ്ടു. പലരും ഇങ്ങനെ പിടിക്കണത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എന്നല്ലാണ്ട്. ഓയ് മുടിയൊന്ന് പിടിച്ചോക്ക്. പിന്നെ മുടിയാന്ന് വിളിക്കുന്നു പറയും പോലെ. വല്ലതാ മുടിയാന്ന് വിളിക്കുന്നു. ഹലോ. അത് കണ്ടില്ലേ, ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഫസ്റ്റ് കണ്ടിട്ട് പേടിണ്ടേനു. ആള് നഖം കുറച്ച് കൂർപ്പുണ്ടെന്നല്ലാണ്ട് വേറെ ഒരു സീനും ഇല്ല. അടിപൊളിയാ. ചാടോ? എന്തായാലും അടിപൊളി കേട്ടോ. ഞാനിങ്ങനെ ആദ്യമായിട്ടാ നേരിട്ട്. ഓയ് ഓയ്. അപ്പോൾ നമ്മൾ വന്ന പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും ഇവരോട് ആദ്യം താങ്ക്സ് പറയണം. കാരണം നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നേന്. ഇത് നവാസ്ക, ഇത് ഫാറൂഖ പറഞ്ഞില്ല. അപ്പം രണ്ടാളും താങ്ക് യു. ബൈ. ഇല്ല, ബൈ പറയാനായില്ല. പിന്നെ ഇനിയിപ്പം ആരെങ്കിലും മുടി കൊടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫാറൂഖിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ലേ, ഈ 30 സെൻറ്റിമീറ്റർ വേണം മിനിമം കൊടുക്കണമെങ്കിൽ. അപ്പം അതൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നേരെ മൂപ്പരെ ബന്ധപ്പെട്ടാൽ മതി. കേരളത്തിൽ എവിടെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ, ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മൂപ്പര് പറഞ്ഞ മാതിരി തന്നെ ഈ ഗേൾസും പെണ്ണുങ്ങളെല്ലാവരും മുടി കൊടുക്കുന്നുണ്ട്. ഈ ഫുള്ളായിട്ട് ഇതേമാതിരി മുട്ട അടിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ കൊടുക്കുക. ഇനിയിപ്പം ഇത് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ വളർത്താം. കാരണം ഒരു രസമല്ലേ, ഒരു ലുക്കൊക്കെ ഒന്ന് മാറും. ജസ്റ്റ് ഒരു ഏകദേശം ഈ ഒരു സെൻറ്റിമീറ്റർ വരണം. ഈ ഒരു കൊല്ലത്തൊക്കെ മുടി വളർത്തിയാൽ മതിയാവും അല്ലേ, ഒരു കൊല്ലം മതിയാവും അല്ലേ, ഏകദേശം ഒരു കൊല്ലമൊക്കെ. അപ്പോൾ ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നമുക്ക് വീണ്ടും എല്ലാവരോടും അപ്പോൾ എനിക്ക് വേണ്ടി ബായ് പറയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. അപ്പോൾ മുടിയാ, അപ്പോൾ ഓക്കെ ബൈ. Demons, one sipping, I'm lovesick, built up.